മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെടുന്നുവെന്ന് KCBC സെക്രട്ടറി ജനറലും കർഷക മിത്രം രക്ഷാധികാരി കൂടിയായ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ ആക്രമണങ്ങളുണ്ടായ ചീരാൽ വില്ലേജിലെ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് കൂട്ടിച്ചേർത്തു. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന കർഷകരെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾക്ക് പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് KCBC സെക്രട്ടറി ജനറലും കർഷകമിത്രം രക്ഷാധികാരിയുമായ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു. വനം വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കാലങ്ങളായി ആവർത്തിച്ചു വരുന്ന നിസ്സംഗതാ മനോഭാവമാണ് പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് കർഷകരെ ഇരകളാക്കുന്നത്. വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നതിന് പല പദ്ധതികളും തയ്യാറാക്കിയാൽ അത് നടപ്പിലാക്കുന്നതിനുള്ള ഉത്സാഹം ഈ വിഭാഗത്തിലെ ഒരു കൂട്ടർ കാണിക്കുന്നില്ലെന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ ആക്രമണങ്ങളുണ്ടായ വയനാട് ജില്ലയിലെ ചീരാൽ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ചീരാൽ മുണ്ടക്കല്ലി ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ 7-8ഓളം പശുക്കളെ കടുവ പിടിക്കുകയും നിർധനരായ ക്ഷീരകർഷകരുടെ ഉപജീവന മാർഗം ഇല്ലാതെയാക്കി തീർത്തിരിക്കുകയാണ്. ഇത്രയും ഗൗരവമായ വന്യമൃഗ ആക്രമണം നടന്നിട്ടും വനപാലകരുടെ ഭാഗത്തു നിന്ന് വളരെ ഉദാസീനമായ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഗവൺമെൻറ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സത്വര നടപടി സ്വീകരിക്കുകയും ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്ന വനപാലകരെ ഈ ഭാഗത്തു നിന്ന് മാറ്റുകയും ചെയ്യണമെന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ച് കടുവയുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കടുവകൾ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കടുവകളെ കൊണ്ട് വിടുന്നുവെന്ന് ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. ഇല്ല എന്ന് വരികിൽ ശക്തമായ പൊതുജന പ്രക്ഷോഭം നടത്തുവാൻ വയനാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വരും. ഇക്കാര്യത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇവിടെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഭരണകർത്താക്കളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതിന് നിയോഗിതരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ ഉത്തരവാദിത്വരഹിതമായി അടുത്ത കാലത്ത് വയനാട്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതായ ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സത്വരമായി ഉണ്ടാകണം. അതുപോലെ തന്നെ പാവപ്പെട്ട ക്ഷീര കർഷകരുടെ ഉപജീവന മാർഗമായിരുന്ന പശുവും അതുപോലെ തന്നെ ആടുമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഉചിതമായിട്ടുള്ള അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം വേഗം നൽകി അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സാധാരണക്കാരായ ക്ഷീരകർഷകരുടെ പശുക്കളെയാണ് കടുവ ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. മതിയായ നഷ്ടപരിഹാരം കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നതും ഖേദകരമായ കാര്യമാണെന്നും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു. കർഷകമിത്രം ഡയറക്ടർ PM ജോയ്, ഡോക്ടർ P ലക്ഷ്മണൻ, VP വർക്കി തുടങ്ങി നിരവധി പേർ ബിഷപ്പിനെ അനുഗമിച്ചു. ഷെഗ്യാന ന്യൂസ്, വയനാട്. വയനാട് ജില്ലയിലെ പല മേഖലകളിലും വന്യജീവി ആക്രമണം പെരുകിയിട്ടും സർക്കാർ അതിനു നേരെ കണ്ണടക്കുകയാണെന്ന് മലബാർ ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മോർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. സർക്കാരിന്റെ ഇത്തരം സമീപനം എന്തുദ്ദേശിച്ചാണെന്ന് വ്യക്തമാകുന്നില്ലെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കാട് നിലനിർത്തുന്നതെന്ന് പറയുമ്പോഴും കാട് നിലനിർത്തിയിട്ട് മനുഷ്യവർഗം അന്യം വന്നു പോകാനാണോ സർക്കാരിന്റെ ഇത്തരം കാട്ടിക്കൂട്ടലുകളെന്ന് ആലോചിക്കേണ്ടതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാചകം എങ്ങനെയാണ്: വൈൽഡ് ലൈഫ് ഈസ് ഡിക്രീസിങ് ഇൻ അവർ ഫോറസ്റ്റ് ബട്ട് ഇൻക്രീസിങ് ഇൻ അവർ സിറ്റീസ് ആൻഡ് ടൗൺസ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആശയപരമായിട്ടാണ് ആ വാക്കുകൾ പറഞ്ഞതെങ്കിൽ ഇന്ന്
അത് അക്ഷരരൂപത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വനത്തിൽ ജീവിക്കേണ്ടുന്ന മൃഗങ്ങളൊക്കെ വനം വിട്ട് നാട്ടിലിറങ്ങി. നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് നാട്ടിലും കാട്ടിലും ജീവിക്കാൻ പറ്റാത്ത ഒരു കഷ്ടകാലമാണ്. ഇത്രയും വലിയ കഷ്ടതകളും പ്രയാസങ്ങളും കണ്ടിട്ട് അധികാരവർഗത്തിൻ്റെ കണ്ണുകൾ ഇനിയും അടഞ്ഞു കിടക്കുന്നത് എന്താണെന്ന് ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ല. മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കാട് നിലനിർത്തുന്നതെന്ന് പറയുമ്പോൾ കാട് നിലനിർത്തിയിട്ട് മനുഷ്യവർഗം അന്യം വന്നു പോകാനാണോ ഈ കാട്ടിക്കൂട്ടലുകൾ എന്ന് ആലോചിക്കേണ്ടുന്നതാണ്.